അത് നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. അത് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. അമ്മേ നമ്മൾ തുറക്കാം ലഗേജ്. ഫസ്റ്റ് ലഗേജ്. ആ ഓക്കെ, തുറന്നു. കീസ്. ഇതാ എന്തോ ഇത് ഡയറി മിൽക്ക് ഡിക്കബിൾസ് ടോയ് ഇൻസൈഡ്. ഓക്കെ, കീപ് ഇറ്റ് വിത്ത് യു. കം ഹിയർ. നീ പോരെ, ഇവിടെ ഇരിക്കും. അപ്പം ഇതെന്തോ നോക്കാമേ. കവറിലൊക്കെ നല്ലതായിട്ട് കെട്ടി വെച്ചിരിക്കുക. ഈ വയണയില നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാം. ഒരു 10-15 ദിവസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. അതിനെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ 2 വർഷവും കറക്റ്റായിട്ട് അടയ്ക്കുന്ന രീതിയിൽ വേണം ഇത് പൊതിഞ്ഞ് വെക്കാനും. ഒട്ടും എയർ കയറാതെ അങ്ങനെ കറക്റ്റായിട്ട് ഇത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രഷായിട്ട് ഇത് സൂക്ഷിക്കാൻ പറ്റും. നേരത്തെ ചെറിയ കെട്ടും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കട്ടെ. ഇതാണ് സർവ്വസുഗന്ധി ഇല. ഇറച്ചിക്കറിയിലൊക്കെ ഇതിട്ട് നല്ല മണമാണ്. ഇത് ഞാൻ നേരത്തെ പേജിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾ സ്പൈസസ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഇതിൻ്റെ തൈ ആണെങ്കിൽ പല നഴ്സറിയിലും നമ്മുടെ നാട്ടിൽ ഇതുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ച് വീട്ടിൽ നട്ട് വളർത്താവുന്നേ ഉള്ളൂ. ഇതൊരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ചെടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നോൺ വെജ് ഐറ്റംസിന് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ ഞാൻ കുറച്ചേ കൊണ്ടുവരുന്നുള്ളൂ. ഇത് ഒരുപാട് നാളിരിക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോവും. എന്നിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കൊളസ്ട്രോള് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പലരും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാക്റ്റ് എനിക്കറിയത്തില്ല അതിൻ്റെ എഫക്ട്സ് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതും കഴിഞ്ഞു. ഓക്കെ, ഇനി വേറൊരു കവറ് തുറക്കട്ടെ. അയ്യോ, കാന്താരിയാണേ, കുറേ ഉണ്ട്. വെച്ചാൽ അച്ചാറിടാം, കുറേ ചമ്മന്തി അരയ്ക്കാം, മീൻപീര വെക്കാം, ഒരുപാടുണ്ട്. പിന്നെ ഇതെന്തോ നോക്കാമേ. എന്തോ നോക്കാമോ? അമ്മൂന്ന് തുറക്കാൻ പറ്റത്തില്ല, നല്ലതായിട്ട് കെട്ടി വെച്ചിരിക്കും. തുറക്കാൻ പറ്റുമോ? ഇത് മധുരസേവ. അപ്പോൾ ഇത് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നത്. ഇതിപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഈ ചായക്കടകളിലും
അതുപോലെ തന്നെ കടകളിലേക്ക് ഇത് കണ്ടിട്ടുള്ളത് കൊണ്ട് പപ്പ കൊടുത്തു വിടുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് പഞ്ചസാര പാനിയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നമുക്കിത് വീഡിയോ ചെയ്യാം. അപ്പോൾ ആ നാടൻ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി അടുത്ത കവറ്. എന്തുവാ മൂസേ? കറിവേപ്പില കുറച്ചേ ഉള്ളൂ. ആഹാ, അതിൻ്റെ മണം. കണ്ടോ? വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. അയ്യോ, എൻ്റെ ഒരു ചിരകാല അഭിലാഷം പോലെ പിന്നെ ദോശക്കല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിക്കാം. ചീമപ്പുളി കണ്ടോ? വീട്ടിൽ കുറേ ഉണ്ട്. പുളിയാ, മീൻ്റെ തിടുന്ന പുളി, അച്ചാറും ഇടും. പുളി ഇത് വാട്ടക്കപ്പയാണ്. ഇതെന്തോ നോക്കാമേ. മഞ്ഞൾപ്പൊടി, വീട്ടിലുണ്ടാക്കുന്നതാണ്. മായം കലരാത്ത മഞ്ഞൾപ്പൊടി ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പ്രിപ്പറേഷനാണ്. ഇത് മുളക് പൊടി വേറൊരു കെട്ട്. പിന്നെ ഇതെന്തോ ഇത്? ഇത് അരിപ്പൊടിയാണ്. ഇത് അച്ചാറ്, ലവലോലിക്ക, അത് ലൂബിക്ക എന്ന് പറയും. പല നാട്ടിലും പല പേരാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കൊടുത്തു വിട്ടതാണ്. നോക്കാമോ? ഇതൊരു കുക്കറാണ്. അപ്പം ഈ നേരത്തെ കണ്ട ഈ കുക്കർ വാങ്ങിച്ചപ്പോഴും ഈ കുക്കർ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ചെറിയൊരു കുക്കർ. പക്ഷേ രണ്ടിനും കൂടെ ഒരടപ്പേ ഉള്ളൂ. ബാക്കി തിങ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് അമ്മുവിൻ്റെ ഫേവററ്റ് സാധനമാണ്, കപ്പലിൻ്റെ മിഠായി. അപ്പച്ചൻ കൊടുത്തു വിടുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു കെട്ടൂടെ പൊട്ടിക്കാനുണ്ട്. ഗ്രീൻ ബനാന. ഇതെന്തോ ഇത്? ഇനി വാമസ് നോക്കാം. ബാ, ഇതെന്താണ് സംഭവം?
ഇതെന്തോ കുക്ക് ചെയ്ത ഐറ്റം ആണല്ലോ. ബീഫ്. ബീഫോ? ആഹാ, അത് നോക്കട്ടെ. എനിക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് എനിക്ക് നല്ലൊരു സ്മെല്ല് ചെയ്യാൻ പറ്റും. എൻ്റെ മൂക്ക് അറിഞ്ഞില്ല. ഇവിടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ആ ബീഫ് ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ദേണ്ട കണ്ടോ, നല്ല കാണാൻ തന്നെ എന്തൊരു ലുക്കാണെന്നറിയോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ വേറ്റ്സ്, അത്ര ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരെണ്ണം കഴിക്കുവാണ്. സൂപ്പർ. സൂപ്പർ എന്നല്ല, അതുക്ക് മേലൊരു വേടുണ്ടെങ്കിൽ അത് പറയണം. നല്ല നാടൻ ബീഫ് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തതാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണ ബീഫ് ഫ്രൈ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ റെസിപ്പി ഞാനൊരിക്കൽ നാട്ടിൽ പോകുമ്പോൾ ചെയ്യുന്നതാണ്. കാരണം ഞാനിത് ചെയ്താലും ആ പപ്പ ചെയ്യുന്ന ആ പെർഫെക്ഷനിൽ കിട്ടത്തില്ല. പിന്നെ ആ നാടൻ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അന്നേരം അത് കാണിച്ചു തരാം. ഇതെന്തോ ഇത്? പച്ച ബനാനാസ്. പച്ച ബനാനാസ്, ഏത്തക്ക കേട്ടോ, മലയാളത്തിൽ പറയും. ഇത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഏത്തക്ക, പച്ച ഏത്തയ്ക്കും നാടൻ കായം. ഇത് എൻ്റെ പപ്പയുടെ ഒരു പരിപാടിയാണ്. എപ്പോൾ ആര് വന്നാലും പച്ച ഏത്തക്ക കുറേ കൊടുത്തു വിടും. ഇത് ഇതും മുളക് പൊടിയാണേ. ആഹാ, ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് വാഴക്കൂമ്പ്. വാഴക്കൂമ്പ് എനിക്കിഷ്ടമില്ല. ആ, നീ കഴിക്കണ്ട കേട്ടോ. വാഴക്കൂമ്പ് ഇതെന്താണെന്നറിയോ? ചെറിയ ചേമ്പ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രം ഉണ്ടാക്കാൻ. ഞാൻ അസ്ത്രത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ചേമ്പ് അത് കഴുകിയെടുക്കും, ഫുൾ ഡേർട്ടി ആവുന്നത്. ഇത് എനിക്ക് ചേമ്പ് ഇവിടെ കിട്ടിയില്ല ലൂലുന്ന്, അതുകൊണ്ട് ഞാൻ സാധാരണ ചേമ്പ് വെച്ചാണ് കാണിച്ചത്. ഇത് പുഴുങ്ങി കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അസ്ത്രം ഉണ്ടാക്കാനും നല്ലതാണ്. കായ വറുത്തതാണേ. ലാസ്റ്റ് ഒരു ചെറിയ പൊതിയും കൂടെ ഉണ്ട്. ഹലുവ, നമ്മുടെ നാടൻ ഹൽവ. ഞങ്ങൾ ഹലുവ അധികം കഴിക്കാറില്ല, അതുകൊണ്ട് ചെറിയൊരു പാക്കറ്റേ കൊടുത്തു വിട്ടിട്ടുള്ളൂ.
അപ്പോൾ എല്ലാ സാധനവും ഞാൻ കാണിച്ചു. നമുക്കിനി വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ആ ചെയ്യാം. ഒരു മിനിറ്റ് അല്ലാതെ ഞാൻ ഇതിപ്പോ പൊട്ടിച്ചപ്പോ ഇതിന് ടോയ്സ് കിട്ടി. പക്ഷെ എനിക്ക് അതിൽ എങ്ങനെ ഫിക്സ് ചെയ്യാറ്. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഞാൻ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോഴൊക്കെ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.